ഫസ്റ്റ് എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനീഷനാണ് ഫസ്റ്റ് വരുന്നത്. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് നമ്മളിപ്പോൾ 5th അല്ല 1st സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് തന്നെ ഇപ്പോൾ എന്തുണ്ട് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിക് ഡെഫിനീഷൻ തന്നെയാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. കമ്പ്യൂട്ടർ ഇസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ്, ഇറ്റ് ഹാൻഡിൽസ് ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ. നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തുനിന്നുള്ള ഡാറ്റ ഇൻപുട്ടായിട്ട് നമ്മൾ സിസ്റ്റം റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിന് ഔട്ട്പുട്ട് ഡിവൈസ് വഴി നമുക്ക് തിരിച്ച് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എ കമ്പ്യൂട്ടർ ഇസ് ബേസിക്കലി എ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ് ഡാറ്റ, പെർഫോം ഓപ്പറേഷൻ ആൻഡ് ഗിവൺ ടു ആസ് എൻ ഔട്ട്പുട്ട് ഓർ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ യൂണിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ദർ ഇസ് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജിന് വേണ്ടിയിട്ട് മെമ്മറി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാതും ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ഡെഫിനീഷൻ ഓഫ് എ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ സ്മാർട്ട് ഫോൺ റീപ്ലേസിങ് എ കമ്പ്യൂട്ടർ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മുന്നേ സിസ്റ്റം യൂസ് ചെയ്തിരുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് എവിടെ അവൈലബിൾ ആണ്? ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് എടുക്കാം, മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവ് ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേർഡ് പ്രോസസ്സിങ് ആപ്പുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്കൊരു സിസ്റ്റം വെച്ച് നമ്മൾ ഈ ചെയ്തിരുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്കിപ്പോൾ എവിടെ അവൈലബിൾ ആണ്? സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ റീപ്ലേസിങ് എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കൂടി ഒരു ഇത് കൂടി നമ്മൾ ഈ സബ്ജക്റ്റിലെ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.